നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമുണ്ടായതാണ് ഈ പരിശോധന, ഇലക്ഷൻ കമ്മീഷൻ്റെ പരിശോധനാ വിവാദമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കളായ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയ വാഹനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ കനോലി സ്പോട്ടിൽ വെച്ച് പരിശോധിച്ചു. തങ്ങളെ അപമാനിച്ചു എന്നാണ് ഈ വിവാദത്തിൽ അവർ പറയുന്നത്. എന്താണ് അപമാനം എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കനോലി സ്പോട്ടിലാണ്. ഇത് നിലമ്പൂരിലേക്ക് വരുന്ന കനോലി സ്പോട്ടിൽ പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്ന ചുമതലയാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ SST ടീമിനുള്ളത്. ആ ടീമിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, ബാക്കി ടീം അംഗങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ രാവിലത്തെ ചുമതലയുള്ള റഷീദ് എന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള അധികാരമുള്ള SST ടീമിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എല്ലാ ദിവസവും എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധന ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിവിടെ ഈ കേന്ദ്രത്തിൽ എന്തൊക്കെ പരിശോധനയാണ് നടത്തുന്നത്? വാഹനം കൃത്യമായി അതിനകത്ത് പരിശോധിച്ച് ലിക്വിഡ് മണി ഉണ്ടോ, മറ്റ് വസ്തുക്കൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കടത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഇലക്ഷൻ പ്രഖ്യാപിച്ചതെന്നല്ല, റുട്ടീൻ പരിശോധനയാണ്. എല്ലാ ദിവസവും തുടരും. 3 ഷിഫ്റ്റായിട്ട് ഡ്യൂട്ടിയിൽ ആളുകളുണ്ട്. 24 അവർ പരിശോധനയുണ്ട്. 19-ാം തീയതി ഈവനിങ് വരെ ഈ പരിശോധന കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ ഏതെല്ലാം സ്പോട്ടിലാണ് നമുക്ക് പരിശോധന ഉള്ളത്? 3 സ്ഥലത്താണുള്ളത്. മണ്ഡലത്തിൻ്റെ 3 അതിർത്തിയിലാണ്. ഒന്ന് വണ്ടൂർ മണ്ഡലം സൈഡിലുള്ള വടപുറം ചെക്ക് പോസ്റ്റാണിത്. നെക്സ്റ്റ് ആനമറി ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ചുരത്തിന് തൊട്ട് താഴെയുള്ള ഒരു ചെക്ക് പോസ്റ്റ്. പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് ടച്ച് ചെയ്യുന്ന ആ റോഡിലുള്ള തിരുവമ്പാടി റോഡിലുള്ള അതിർത്തിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റ്. 3 ചെക്ക് പോസ്റ്റിലാണ് ഈ സർവൈലൻസ് ടീമിൻ്റെ ഡ്യൂട്ടി ഉള്ളത്. നമ്മുടെ SST ടീം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്ര ഉദ്യോഗസ്ഥരാണ് സാർ ഉണ്ടാവുക? 7 പേരാണ് ഉള്ളത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഒരാൾ, 2 അസിസ്റ്റൻറ്റ് സ്റ്റാഫ്, 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു ഡ്രൈവർ, ഈ ടീമാണ്, ഒരു ക്യാമറമാൻ, വീഡിയോഗ്രാഫി പകർത്തുന്ന ഒരു ക്യാമറമാൻ. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടായിരുന്നു. ഈ പരിശോധിക്കുമ്പോൾ ആദ്യം വാഹനം ഒരു സൈഡിലേക്ക് ഒതുക്കാൻ പറയുന്നു. അതിനുശേഷം വാഹനത്തിൻ്റെ നമ്പരും ഒപ്പം തന്നെ വാഹനം ഓടിക്കുന്ന ആളുടെ പേര് എഴുതിയെടുക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്യും. ഒപ്പം ചിത്രീകരിക്കും. ഈ ഡിക്കി തുറക്കുന്നതോടുകൂടെ ചിത്രീകരിച്ച ഡിക്കി തുറക്കും. കൃത്യമായ എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്യും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സ്പോട്ട് എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ട? ഇല്ല, ഇതുവരെ ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഉണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു സാറിന്? ശ്രദ്ധയില്ല. ഇവിടെ വന്ന് രാവിലെ വന്നപ്പോൾ ചാനലുകാർ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിനെക്കുറിച്ചൊരു സംഭവിച്ചതെന്ന് അറിയുന്നത്. ഇല്ല, ഈ പരിശോധനയിൽ സാധാരണ എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും സഹകരിക്കും. പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ അവരോട് പറയുന്നുണ്ട്. ഇന്ന് ഇലക്ഷൻ സ്ക്വാഡാണ്, സ്പെഷ്യൽ ടീമാണ്, പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അവർ സഹകരിക്കും. കേവലം 2 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കും. ജസ്റ്റ് 2 മിനിറ്റ് പോകും. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള റഷീദ്, ആ ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞ കനോലി സ്പോട്ടിൻ്റെ ചുമതലയുള്ളയാൾ. അദ്ദേഹമാണ് പറഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഈ വാഹനം വരുമ്പോൾ തന്നെ വാഹനത്തിൽ സംശയം തോന്നിയാൽ വാഹനം സൈഡിലേക്ക് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടും. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ, 2 ഉദ്യോഗസ്ഥർ ഉണ്ടാവും. ആ ഉദ്യോഗസ്ഥർ അടുത്തേക്ക് പോയി ഈ വാഹനത്തിൻ്റെ നമ്പർ എഴുതിയെടുക്കുന്നു. നമ്പർ എഴുതിയെടുത്ത ശേഷം ആ വാഹനത്തിൻ്റെ ഓടിച്ച ആളിൻ്റെ പേര് കൂടി എഴുതിയെടുക്കുന്നു. അതിനുശേഷം ഡിക്കി വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കും. ഒപ്പം തന്നെ അതിൻ്റെ ഡാഷ്ബോർഡ് പരിശോധിക്കും. സംശയാസ്പദമായ എന്തെങ്കിലും തരത്തിൽ ബാഗോ മറ്റ് ആയുധങ്ങളോ മറ്റ് പണമോ അനധികൃതമായി പണമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്ന ചുമതല മാത്രമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഉദ്യോഗസ്ഥർ വളരെ ബഹുമാനത്തോടു കൂടി ഈ വരുന്ന ആളിനോട് വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന കാഴ്ചയും നമുക്ക് കാണാം. അവരോട് പറയുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള റൊട്ടീൻ പരിശോധനയാണ്, അത് സഹകരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ വരുന്നവരെല്ലാം അത് സഹകരിക്കുന്നു. എന്തെങ്കിലും ബാഗൊക്കെ തുറക്കാൻ കഴിയാത്ത തരത്തിൽ ബാഗോ എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും സാധനം കണ്ടാൽ അവരോട് പറയുന്നു, ഇത് പരിശോധനയാണ്, അത് തുറന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നു. അത് ഈ ദൃശ്യങ്ങൾ കാണാം. തുറന്ന് ഡാഷ്ബോർഡ് തുറന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇത് ഒരു സാധാരണ പരിശോധനയാണ്. അതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഡിക്കീത തുറന്നു നോക്കുന്നത് കാണാം. ഇതാണ് ഇവിടെ നടക്കുന്ന ഈ കനോലി സ്പോട്ടിൽ. ഇത് നിലമ്പൂർ മണ്ഡലത്തിലെ 3 സ്പോട്ടിലും സമാനമായ പരിശോധനയാണ് നടത്തുന്നത്. ഈ പരിശോധനയെ സംബന്ധിച്ചാണ് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ്. അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ MLA യും MP യും
രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും റോഡിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥരോട് ബഹളം വയ്ക്കുന്നു. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ചെയ്ത സേവനത്തിൻ്റെ പണി പിന്നാലെ വരുന്നുണ്ട്, അതിനുള്ള പ്രതിഫലം പിന്നാലെ വരുന്നുണ്ട് എന്ന് ആ ഉദ്യോഗസ്ഥനോട് വളരെ പ്രകോപനപരമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. അതാണിപ്പോൾ കേരളം നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണ പരിശോധനയ്ക്ക് നാട്ടുകാരും ജനങ്ങളും എല്ലാം സഹകരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരോട് എന്തിനാണ് ഇവർ ഇങ്ങനെ ചാടിക്കയറിയതെന്ന ചോദ്യം വരുന്നു. മാത്രമല്ല, അതിനുശേഷം പിണറായിയുടെ പോലീസ് തന്നെ അപമാനിച്ചു എന്ന തരത്തിലുള്ള പ്രചരണവും നടത്തി. അതൊക്കെയാണ് ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകലിലേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് പൂർണ്ണമായി നിഷേധിച്ചതോടുകൂടി അത് പൂർണ്ണമായി സോപ്പ് കുമിള പോലെ പൊളിഞ്ഞു പോകുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. ഒന്ന്, മലപ്പുറത്തെ അവഹേളിച്ചു എന്ന തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും CPM-നെതിരെയും നടത്താൻ ശ്രമിച്ചു. അത് പക്ഷേ പൂർണ്ണമായി പൊളിഞ്ഞുപോയി. മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ ഇടത് സർക്കാർ ഭരിക്കുമ്പോഴാണ്, EMS-ൻ്റെ സർക്കാരാണ് എന്ന ഭാഗം ഇടത് മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും പറഞ്ഞു തുടങ്ങിയതോടുകൂടി അത് പൊളിഞ്ഞുപോയി. അതിനുശേഷമാണ് ക്ഷേമ പെൻഷൻ്റെ വിവാദം ഉണ്ടാകുന്നത്. കൈക്കൂലിയാണ് എന്ന് KC വേണുഗോപാൽ പറയുന്നത്. അത് മണ്ഡലത്തിൽ ജനങ്ങളാകെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് വരുന്നത്. അത് സംബന്ധിച്ച് വലിയ വിമർശനം UDF-ന് ഉള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിച്ചേർന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ വളരെ ശക്തമായി UDF-നെ വിമർശിച്ചു. ഇത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രമിച്ചത് എന്നതാണ് LDF ആരോപിക്കുന്നത്. അത് ഏറെക്കുറെ ശരിയാവുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ, പോലീസിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കം യഥാർത്ഥത്തിൽ അതല്ല. ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന റൊട്ടീൻ പരിശോധനയാണ്, സ്വാഭാവികമായ പരിശോധനയാണ് മറ്റു തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് അവർ കൊണ്ടുപോയത്. ആ വിമർശനവും അത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണവും ആ സോപ്പ് കുമിള പോലെ പൊളിയുന്നതാണ് നിലമ്പൂരിൽ കാണുന്ന കാഴ്ച. ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.